വളരെ സന്തോഷം തരുന്ന ഒരു വാർത്തയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ടോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്. ജീവമാതാ കാരുണ്യ ഭവന്റെ നടത്തിപ്പുകാരിയായ ഗിരിജ ഏകമകൻ അവിടുത്തെ അന്തേവാസിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്യിപ്പിച്ചു കൊടുക്കുന്നു. ആരോരുമില്ലാത്ത അനാമികയെ സ്വന്തം മകളായി ഗിരിജ സ്വീകരിക്കുകയും ചെയ്തു. ഈ അടുത്താണ് ദമ്പതികൾക്കൊരു കുഞ്ഞ് ജനിച്ചത്. അമ്മുമ്മയായ സന്തോഷവും ഗിരിജ വീഡിയോയിലൂടെ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയുകയാണ് അനാമികയും വിഷ്ണുവും. അമ്മ ഞങ്ങളെ എല്ലാവരെയും ഒരു നിലയിലെത്തിച്ചു. അപ്പോൾ അമ്മയ്ക്കും ഒരു സന്തോഷം വേണ്ടേ? ഉറപ്പായും വേണം. അമ്മയ്ക്ക് ഇതുവരെയും ജീവിതത്തിൽ കിട്ടാത്ത സന്തോഷം കിട്ടാൻ പോവുകയാണ്. അമ്മ പുതിയ ജീവിതം തുടങ്ങി. രജിസ്റ്റർ മാരേജ് നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തി. ഞങ്ങളുടെ അമ്മയെ ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അമ്മയുടെ ചിരി കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും. തേപ്പുപാറ അമ്പലത്തിൽ വെച്ചാണ് ചടങ്ങുകൾ നടന്നത്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പോലെയാണ് അമ്മയുടെ വിവാഹം നടന്നത്. അമ്മയ്ക്കും ഒരു ജീവിതം വേണമെന്ന് തോന്നി. ചാച്ചൻ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അന്നു മുതൽ ഞങ്ങൾ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് അമ്മയാണ്. ഈ ആലോചന വന്നപ്പോഴും നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മതിയെന്നാണ് അമ്മ പറഞ്ഞത്. അമ്മ ഇന്ന് നല്ല നിലയിൽ എത്തിയെങ്കിലും അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞതുകൊണ്ട് അമ്മ ഞങ്ങളെ ഇട്ടിട്ട് പോവുകയല്ല. അമ്മ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകുമെന്നും വിഷ്ണു പറയുന്നു. മക്കളും മരുമക്കളും എല്ലാവരും കൂടി ആലോചിച്ചാണ് വിവാഹമെന്ന തീരുമാനമെടുത്തത്. കുടുംബത്തിന്റെ വൈബിനനുസരിച്ച് നിൽക്കുന്ന ആളെ പാർട്ട്ണറായി കിട്ടിയതിലാണ് സന്തോഷമുള്ളത്. ഇത് നല്ലൊരു മംഗളകാര്യം തന്നെയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്നവർക്ക് അതിൻ്റെ പ്രയാസം ശരിക്കും മനസ്സിലാകും. പഴയ കാലം പോലെയല്ല ഇന്നത്തെ കാലം. പെണ്ണിന് എപ്പോഴും ഒരു തണൽ വേണം. മക്കൾ സന്തോഷമായിരിക്കാനാണ് എല്ലാ മാതാപിതാക്കളും നോക്കുക. അതുപോലെ തന്നെ തിരിച്ചും കാണിച്ച ഈ മക്കൾക്ക് 1000 ബിഗ് സല്യൂട്ട് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ നീളുന്ന ആശംസാ കമന്റുകൾ.